ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടിപ്പ് ഐഡിയ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതേപോലത്തെ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം എന്നുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ, ക്രാഫ്റ്റ് മാറ്റിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഹാൻഡിലുള്ള ടൈപ്പ് ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണ ബോട്ടിൽ യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് ജസ്റ്റ് ആദ്യമേ ഈ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് അതിനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ നെക്ക് വരുന്ന ഭാഗം അതും ഈ ഭാഗം പോലെ കട്ട് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഹാൻഡിലായിട്ടുള്ളത് നമ്മളത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്, അത് കട്ട് ചെയ്യരുത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ ബോട്ടിലാണെങ്കിലും ഒരു സൈഡ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ബാക്കി നിൽക്കുന്ന ഈ ഭാഗമൊന്നും ആവശ്യമില്ല, അതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഈ ഒരു സൈഡ് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിരിക്കുന്നത്, കണ്ടോ? ഇതേപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് കാണിച്ചു തരാം. നമ്മൾ സാധാരണ ചപ്പാത്തി പൊടിയൊക്കെ എടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഒന്നിലേക്ക് ഇടൂലേ. അപ്പോൾ അത് നമ്മൾ ഒന്നിക്ക് കൈ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം കൊണ്ട് ഒക്കെയാണ് എടുക്കുക. അപ്പോൾ ഒരുപാട് കൈമലൊക്കെ പൊടിയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിങ്ങനെ സ്പൂൺ പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മൾ ചപ്പാത്തി പൊടി എടുക്കുന്ന പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പൊടി കുഴയ്ക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു മെഷർമെൻറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടി വേറൊരു മെഷറിങ് ബൗളോ സംഭവങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ എടുക്കാം. ഓൾറെഡി ഹാൻഡിലൊക്കെ ഉള്ള കാരണം നല്ല കംഫർട്ടബിളാണ് എടുക്കാനായിട്ട്. നമ്മൾ ചപ്പാത്തിയൊക്കെ എടുക്കുന്ന ഡബയിലോ അല്ലെങ്കിൽ ഏത് കവറിലോ എന്തിലാണെങ്കിലും ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിങ്ങനെയാണ് ഇപ്പോൾ ഇടാറ്. കുറേ മുന്നേ ഞാൻ ചെയ്തിരുന്നത് ബൗളൊക്കെ ഇട്ടിട്ടാണ് എടുക്കാറ്. അപ്പോൾ അത് കൈമലൊക്കെ ആവും, ബൗളൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോഴൊക്കെ കയ്യിൽ അങ്ങനെയൊക്കെ ആവും. പക്ഷേ ഇതാകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. കൈമ പൊടിയാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നനവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ പൊടിയിലോട്ടായി പൊടി നാശമാവുകയും ഇല്ല. ഇപ്പോൾ ഇത് ഞാൻ ഒരു വർഷത്തോളമായി ഈ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് വന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരിയാണ് പറഞ്ഞത്, എന്നാൽ ഇത് വീഡിയോ ആയിട്ട് ഇട്ടുകൂടെ, നല്ല യൂസ്ഫുൾ ആണല്ലോ, നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ രണ്ട് മെത്തേഡ്സും ഞാൻ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡ്. വളരെ യൂസ്ഫുള്ളാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തി മാത്രമല്ല, ഷുഗർ എടുക്കാനായിട്ട് ഇടാം. കുറേ ഷുഗറൊക്കെ ഇട്ടെങ്കിൽ അത് ഇങ്ങനെ മാറ്റിയിടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ അരി എടുക്കാനും ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബോട്ടിലെടുക്കാം. ഈ ബോട്ടിലിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒന്നുകിൽ ഇങ്ങനത്തെ ട്രാൻസ്പെറൻറ്റ് ബോട്ടിലെടുക്കാം, അതല്ലെങ്കിൽ വേറെ ഏത് ബോട്ടിലെടുത്താലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഗീയുടെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഉള്ളിൽ കാണാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ബോട്ടിൽ കൊണ്ട് എന്താ യൂസ് എന്ന് വെച്ചാൽ ഇതേപോലെ ഒരു കമ്പി എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ചൂടാക്കി കൊടുക്കുക. ചൂടാക്കിയിട്ട് ഇതിൻ്റെ ക്യാപ്പിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഹോൾസ് വരുമല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു 2-3-4 ഹോൾസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് ഹോൾസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, 3-4 ഹോൾസ് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കമ്പി നമ്മൾ ഇതേപോലെ ഗ്യാസ് സ്റ്റൗമിലൊക്കെ കാണിച്ചിട്ട് കുത്തുകയാണെങ്കിൽ പെട്ടെന്ന് ഹോൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഒരു കറുത്ത ഇതുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കളയണം. അതിനുശേഷം നമ്മൾ ഈ ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കണ്ടോ. ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഹോൾസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇട്ട് നോക്കിയതിന് ശേഷം ഇതിൻ്റെ യൂസ് കണ്ടു നോക്കൂ. അതിന് ശേഷം നിങ്ങൾ ഈ ഹോൾസ് എത്ര വേണമെന്ന് തീരുമാനിക്കുക കേട്ടോ. ഞാനിപ്പോൾ അവിടെയായിട്ട് ഒരു 4 ഹോൾസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലെ ചെറിയ ബോട്ടിലെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വലിയ ബോട്ടിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ചെറിയ ബോട്ടിലെടുക്കുക. ക്യാപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കണം. ഇനി ഗ്ലാസ് ബോട്ടിൽ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്ലാസ് ബോട്ടിൽ ഇടാൻ ഇഷ്ടമാണെങ്കിൽ അത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഈ ബോട്ടിലോട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പൊടി നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇതിന് പകരമായിട്ട് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള സംഭവങ്ങൾ അപ്പോഴൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഈ പൊടികളായിട്ടുള്ള സംഭവങ്ങൾ എപ്പോഴൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ക്യാപ്പ് അടച്ചു കൊടുക്കുക. ക്യാപ്പ് നന്നായിട്ട് ഇതേപോലെ അടച്ച് ഉറപ്പുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചപ്പാത്തി കുഴച്ച് എടുത്ത് ഒരു റോള് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
ഇനി നമ്മൾ ഹോളിട്ട് വെച്ച് അതെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് പൗഡർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതേപോലെ ചെയ്തതിന് ശേഷം നമ്മളുടെ ചപ്പാത്തി ഈ രണ്ട് സൈഡുകളും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റോളർ കൊണ്ട് ഇതേപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. ചപ്പാത്തി ഡ്രൈ ആയി പോകുന്നതിൻ്റെ മെയിൻ ഒരു പ്രശ്നം ഒന്ന് കുഴയ്ക്കുന്നത് പ്രശ്നമാണ്. ഒരുപാട് വെള്ളമൊന്നും ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം എപ്പോഴും തളിച്ച് ചെയ്താൽ മതി. നമുക്ക് ഒരിക്കലും നമ്മളുടെ ഇതിൽ ചൂടുവെള്ളമൊന്നും ഒഴിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുഴയ്ക്കാറ്. നമ്മൾ കുഴയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ലാസ്റ്റ് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഒരല്പം ഓയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുക. ഓക്കെ, അതിന് ശേഷം പൊടി ഇതേപോലെ മാത്രമേ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് പൊടി ഇടാൻ പാടില്ല. ഒരുപാട് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചപ്പാത്തിക്ക് സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ അത് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ പരത്തുന്ന സമയത്ത് ഒരുപാട് പൊടി ഇടുന്നതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം ചപ്പാത്തി ഡ്രൈ ആയി പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ സോഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ കുറേ പൊടി ഇടേണ്ടി വരും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ല ചപ്പാത്തി പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നല്ല പരത്തിയിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് ഇനി ഞാൻ ചുട്ടിട്ടും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. നമ്മൾ കണ്ടോ, കയ്യിലൊന്നും പൊടിയായിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് പൊടിയൊക്കെ ആയിട്ടാണ് കൈയൊക്കെ ഇരിക്കുക, നമ്മൾ വാരി കൈ കൊണ്ടൊക്കെ വെതറിയിട്ടിട്ട്. ഇതിപ്പോൾ അതൊന്നുമില്ല. ഇതേപോലത്തെ ഒരു ബോട്ടിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആണ്. പിന്നെ ആ ഒരു പൊടി ഡബ്ബ അങ്ങനെ തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് ചുട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. നമ്മളുടെ ചപ്പാത്തി കണ്ടോ എത്ര വീർത്ത് വന്നിട്ടുണ്ട് നോക്കൂ. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിട്ട് ഇരിക്കുന്നത് ഫുൽക്ക പോലെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ മടിയുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തി ഉണ്ടാക്കുന്ന മെയിൻ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്കും കരകയറാൻ പറ്റും. നമുക്കും ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടി ഈസി ആയിട്ട് തോന്നും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.